ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മൊഡ്യൂൾ 3-ലെ കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എന്താ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. A combinational circuit consists of input variable, logic gates and output variable. The logic gates accept signal from the input and generate a signal to the output. This process transfers binary information from the given input data to required output data. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വേരിയബിൾ, ലോജിക് ഗേറ്റ്സ്, ഔട്ട്പുട്ട് വേരിയബിൾ ആണ്. അപ്പോൾ ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് അതിനകത്ത് ബേസിക് ഗേറ്റ്സ് ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട്, പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ്, നോറ്, പിന്നെ എക്സ്ക്ലൂസീവ് ഓറുണ്ട്, എക്സ്ക്ലൂസീവ് നോറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലോജിക് ഗേറ്റ്സ്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്ത് എന്തൊക്കെ കാണും? ഇൻപുട്ട് വേരിയബിളും ലോജിക് ഗേറ്റ്സും ഔട്ട്പുട്ട് വേരിയബിളും കാണും. അതിനകത്ത് ഈ ലോജിക് ഗേറ്റ്സിനകത്തുള്ള സിഗ്നൽസ്, ലോജിക് ഗേറ്റ്സ് ലോജിക് ഗേറ്റ് അക്സെപ്റ്റ്സ് എ സിഗ്നൽ ഫ്രം ദ ഇൻപുട്ട് വേരിയബിൾ. അപ്പോൾ ഇൻപുട്ടിനകത്തു നിന്നുള്ള ഇൻഫർമേഷൻ ലോജിക് ഗേറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ജനറേറ്റ് എ സിഗ്നൽ ടു ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ കറസ്പോണ്ടിങ് ആ ഇൻപുട്ട് സിഗ്നൽ അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ ഈ ഇതിനകത്ത് ബൈനറി ഇൻഫർമേഷനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി ഇൻഫർമേഷൻ മീൻസ് 1 അല്ലെങ്കിൽ 0. ഇനി ഇതിൻ്റെ ഡയഗ്രാം നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. അപ്പോൾ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിന് ഇതിൻ്റെ അകത്തിരിക്കുന്നത് ലോജിക് ഗേറ്റ്സ് ആയിരിക്കും. ഇൻപുട്ട് സിഗ്നൽ n ഇൻപുട്ട് വേരിയബിൾ, m ഔട്ട്പുട്ട് വേരിയബിൾ. അപ്പോൾ ഇതിനകത്ത് n ഇൻപുട്ട് വേരിയബിൾ ഉണ്ട്, m ഔട്ട്പുട്ട് വേരിയബിൾ ടു ആൻ എക്സ്റ്റേണൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ n ഇൻപുട്ട് വേരിയബിൾ കൊണ്ട് നമുക്ക് 2n പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ബൈനറി ഇൻപുട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. n ഇൻപുട്ട് വേരിയബിൾ വെച്ചിട്ട് 2n പോസിബിൾ കോമ്പിനേഷൻ, അതായത് നമുക്ക് 2 ഇൻപുട്ട്, ഇപ്പോൾ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്ത് 2 ഇൻപുട്ട് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ 2 ഇൻപുട്ട് വെച്ച് 4 കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും. അത് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യം. ട്രൂത്ത് ടേബിളൊക്കെ എഴുതുന്ന സമയത്ത് ഇപ്പോൾ എയും ബിയും 2 ഇൻപുട്ട് ആണെങ്കിൽ ആ എക്കും ബിക്കും കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? 0 0 0 1 1 0 1 1. അപ്പോൾ എ കോമ്പിനേഷണൽ സർക്യൂട്ട് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ m ബൂളിയൻ ഫംഗ്ഷൻ, 1 ഫോർ ഈച്ച് ഔട്ട്പുട്ട് വേരിയബിൾ. ഈച്ച് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് n ഇൻപുട്ട് വേരിയബിൾ. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിസൈൻ പ്രൊസീജിയർ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബ്ലം ഈസ് സ്റ്റേറ്റഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് പ്രോബ്ലം ഈസ് സ്റ്റേറ്റഡ്. എന്ത് സർക്യൂട്ടാണ് ഡിസൈൻ ചെയ്യാനുള്ളത്, അതാണ് പ്രോബ്ലം ഈസ് സ്റ്റേറ്റഡ്. സെക്കൻഡ് വൺ, ദ നമ്പർ ഓഫ് അവൈലബിൾ ഇൻപുട്ട് വേരിയബിൾ ആൻഡ് റിക്വയർഡ് ഔട്ട്പുട്ട് വേരിയബിൾ ഈസ് ഡിറ്റർമിൻഡ്. അപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് പ്രോബ്ലത്തിനനുസരിച്ച് അതിനകത്ത് എത്ര ഇൻപുട്ട് വേരിയബിൾ അവൈലബിൾ ആണ്, അതുപോലെ എത്ര ഔട്ട്പുട്ട് വേരിയബിളൊക്കെ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് അവൈലബിൾ ഇൻപുട്ട് വേരിയബിൾ ആൻഡ് റിക്വയർഡ് ഔട്ട്പുട്ട് വേരിയബിൾ ഇസ് ഡിറ്റർമിൻഡ്. ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ് ആർ അസൈൻഡ് ലെറ്റർ സിമ്പിൾ. എന്നിട്ട് ഇൻപുട്ട് വേരിയബിളിന് ഔട്ട്പുട്ട് വേരിയബിൾ, എത്ര ഇൻപുട്ട് വേരിയബിൾ ഉണ്ട്, എത്ര ഔട്ട്പുട്ട് വേരിയബിൾ കിട്ടും, അത് കണ്ടുപിടിച്ചിട്ട് അതിന് ലെറ്റർ സിമ്പിൾ അസൈൻ ചെയ്യണം. Then truth table is defined that required relationship between input and output is derived. അപ്പോൾ ഒരു ട്രൂത്ത് ടേബിൾ ഡിഫൈൻ ചെയ്യണം. തന്നിരിക്കുന്ന റിലേഷൻ അനുസരിച്ച് പ്രോബ്ലത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ആ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിൾ ഡിഫൈൻ ചെയ്യണം. ട്രൂത്ത് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യണം. ദ സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ ഫോർ ഈച്ച് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പം ട്രൂത്ത് ടേബിളിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും കാണും. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ബൂളിയൻ ഫംഗ്ഷനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. ഇനി ഔട്ട്പുട്ടിൻ്റെ സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ ആയിരിക്കണം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെ മാപ്പ് യൂസ് ചെയ്യാം. ദെൻ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോജിക് ഡയഗ്രാം വരയ്ക്കാം. ലോജിക് ഡയഗ്രാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് ലോജിക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണിത്. എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. ഡിസൈൻ പ്രൊസീജിയർ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഫസ്റ്റ് വൺ, ദ പ്രോബ്ലം ഈസ് സ്റ്റേറ്റഡ്. ദെൻ നമ്പർ ഓഫ് അവൈലബിൾ ഇൻപുട്ട് ആൻഡ് റിക്വയർഡ് ഔട്ട്പുട്ട് വേരിയബിൾ ഇസ് ഡിറ്റർമിൻഡ്. തേർഡ് വൺ, ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ് ആർ അസൈൻഡ് ലെറ്റർ സിമ്പിൾ. ദെൻ ദ ട്രൂത്ത് ടേബിൾ ഇസ് ഡിഫൈൻഡ്. Then simplified Boolean function for each output is obtained. Last one, the logic diagram is drawn. അപ്പോൾ നമുക്ക്
കോമ്പിനേഷണൽ സർക്യൂട്ടിനകത്ത് ഒരുപാട് കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനുണ്ട്. ആഡർ ഉണ്ട്, സബ്ട്രാക്ടർ ഉണ്ട്, മൾട്ടിപ്ലക്സർ ഉണ്ട്, ഡിമക്സ് ഉണ്ട്, ഡീകോഡർ ഉണ്ട്, എൻകോഡർ ഉണ്ട്, കൺവേർട്ടർ ഉണ്ട്, പാരിറ്റി ജനറേറ്ററോ ചെക്കർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഇതിനകത്തുനിന്ന് ഓരോന്നും മാറി മാറിയേ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ആഡർ നോക്കാം. ആഡർ എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് പെർഫോം അഡീഷൻ ഓഫ് 2 ബിറ്റ് ഈസ് കോൾഡ് ഹാഫ് ആഡർ. അപ്പോൾ ഈ ആഡറിനകത്ത് 2 ആഡറിൻ്റെ ഡിസൈൻ നമുക്ക് പഠിക്കാനുണ്ട്. ഹാഫ് ആഡറും ഉണ്ട്, ഫുൾ ആഡറും ഉണ്ട്. അപ്പോൾ ഈ ആഡർ എന്ന് പറഞ്ഞാൽ ആഡർ എന്ന് പറഞ്ഞാൽ അറിയാം, പേരിൽ തന്നെ ഉണ്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യാനായിരിക്കും. ഇനി അതിനകത്ത് ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ 2 ബിറ്റിൻ്റെ അഡിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഹാഫ് ആഡർ. അതുപോലെ 3 ബിറ്റിൻ്റെ അഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഫുൾ ആഡർ. അപ്പോൾ ഈ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് പെർഫോം അഡിഷൻ ഓഫ് 2 ബിറ്റ് ഈസ് കോൾഡ് ഹാഫ് ആഡർ. that perform addition of 3 bit. Addition of 3 bit means അതിനകത്ത് 2 significant bit and previous carry is a full adder. അപ്പം നമുക്ക് ഹാഫ് ആഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാഫ് ആഡർ. അപ്പോൾ ഹാഫ് ആഡറിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമേ നമ്മളെ പ്രോബ്ലം എന്താണെന്ന് നോക്കണം. അപ്പോൾ ഹാഫ് ആഡറിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? 2 ബിറ്റിൻ്റെ അഡിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഹാഫ് ആഡർ. അപ്പോൾ അതാണ് പ്രോബ്ലം ഈസ് സ്റ്റേറ്റഡ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഹാഫ് ആഡർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് വിത്ത് 2 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ അഡിഷൻ ഓഫ് 2 സിംഗിൾ ബിറ്റ് നമ്പർ. അപ്പം ദ സർക്യൂട്ട് ഹാസ് എ 2 ഔട്ട്പുട്ട് അല്ലേ. 2 ബിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും? 2 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മും കിട്ടും, ക്യാരിയും വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മും ക്യാരിയും. അപ്പോൾ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രോബ്ലം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്ത്, ഇപ്പോൾ 2 ബിറ്റിൻ്റെ അഡിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഹാഫ് ആഡർ എന്ന് പറഞ്ഞ്, അതാണ് പ്രോബ്ലം ഈസ് സ്റ്റേറ്റഡ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ 2 ബിറ്റിൻ്റെ സമ്മ എന്ന് പറഞ്ഞ്, അപ്പോൾ 2 ബിറ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് 2 ബിറ്റും, അതുപോലെ 2 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെ ആൻസർ കിട്ടാം? സമ്മും കിട്ടാം, ക്യാരിയും കിട്ടാം. അതുകൊണ്ട് 2 ഔട്ട്പുട്ട് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ലെറ്റർ സിമ്പൽ അസൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ സിമ്പൽ അസൈൻ ചെയ്യുക. അപ്പോൾ 2 ഇൻപുട്ടിന് ഇവിടെ കൊടുത്ത ലെറ്റർ സിമ്പൽ എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സമ്മും ക്യാരിയുമാണ്. അപ്പോൾ എസും സി എന്നും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഹാഫ് ആഡർ സർക്യൂട്ട് ഈസ് ഡിസൈൻഡ് ടു ആഡ് 2 സിംഗിൾ ബിറ്റ് ബൈനറി നമ്പർ എ ആൻഡ് ബി ആൻഡ് ഔട്ട്പുട്ട് സമ്മും ക്യാരിയും എസും സിയും. ഇനി അപ്പോൾ 3 കാര്യങ്ങളായി. ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്ത്, രണ്ടാമത്തത് നമ്പർ ഓഫ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്ത്, മൂന്നാമത്തത് ലോജിക് ലെറ്റർ സിമ്പൽ അസൈൻ ചെയ്ത്, അടുത്തത് നാലാമത്തേന്ന് പറഞ്ഞാൽ ട്രൂത്ത് ടേബിൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അഡിഷൻ ചെയ്യുമ്പം ഇനി ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് n ഇൻപുട്ട് വെച്ച് 2n പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇൻപുട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ഇൻപുട്ടാണ്. അപ്പോൾ എത്ര കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും? 4 കോമ്പിനേഷൻ. അപ്പോൾ ഇൻപുട്ടിന് എയും ബിയും ലെറ്റർ സിമ്പൽ കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? 0 0 0 1 1 0 1 1. അപ്പോൾ ഇതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. നമ്മൾ ബൈനറി അഡിഷൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടതാണ്. 0 0 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സം എന്ത് കിട്ടും? 0 ക്യാരി 0. 0 1 ആഡ് ചെയ്യുമ്പോൾ സം 1 ക്യാരി 0. ക്യാരി ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് 0. 1 0 ആഡ് ചെയ്യുമ്പം സമ്മ് 1 ക്യാരി ഒന്നും കിട്ടത്തില്ല, 0. ഇനി 1 1 ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 0 വിത്ത് ക്യാരി 1 ആണ്. 1 1 2 ബൈനറി ബിറ്റ് 1 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0 സം 0 വിത്ത് ക്യാരി 1. ക്ലിയർ ആയല്ലേ? അപ്പോൾ ട്രൂത്ത് ടേബിൾ കഴിഞ്ഞ് ഇനി നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ, സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ്, സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഏതിൻ്റെ ഫംഗ്ഷനാണ് ജനറേറ്റ് ചെയ്യേണ്ടുള്ളത്? സമ്മിൻ്റെ ബൂളിയൻ ഫംഗ്ഷനും കണ്ടുപിടിക്കണം, ക്യാരിയുടെ ബൂളിയൻ ഫംഗ്ഷനും കണ്ടുപിടിക്കണം. സിംപ്ലിഫൈഡ് ബൂളിയൻ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാം. ഇനി എത്ര വേരിയബിൾ ട്രൂത്ത് ടേബിൾ ആണെന്ന് നോക്കിയേ. 2 വേരിയബിൾ. നമുക്ക് എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ടാണുള്ളത്. അതുകൊണ്ട്
2 വേരിയബിൾ ട്രൂത്ത് ടേബിൾ കൊടുക്കണം. അപ്പം ഇതിനകത്ത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതങ്ങ് വരച്ചാൽ മതി. ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ വേണ്ടി കെ മാപ്പ് വരയ്ക്കണം. 2 വേരിയബിൾ കെ മാപ്പ് വരച്ചിട്ട് നോക്കിയേ, 2 വേരിയബിൾ കെ മാപ്പ് ഇൻപുട്ട് എന്തൊക്കെയാണ്? എയും ബിയും ആണ് ഇൻപുട്ട്. അപ്പം കെ മാപ്പിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അറിയാം. എ ബാർ എ, ബി ബാർ ബി. ഇനി എവിടൊക്കെയാണ് 1 വന്നിരിക്കുന്നത് നോക്കിയേ. സമ്മിൻ്റെ ഏതൊക്കെ സെല്ലിലാണ് 1 വന്നിരിക്കുന്നത്? 0, 1, 2, 3. അപ്പം 1ലും 2ലും ആണ് 1 വന്നിരിക്കുന്നത്. അപ്പം 0, 1, 2, 3. ഇവിടെ 0, 1 റൈറ്റ് സൈഡിൽ നിങ്ങൾ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഏതൊക്കെ സെല്ലിൽ 1 വന്നിട്ടുണ്ട്? 1ലും 2ലും. ഇനി ഇത് തമ്മിൽ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സിംഗിളായിട്ട് ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ സിംഗിളായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. ഈ ഗ്രൂപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബാർ ബി പ്ലസ് അടുത്ത സമ്മിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ ഇക്വേഷൻ ഈ സെല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ബി ബാർ. എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ് സമ്മിൻ്റെ ഇക്വേഷൻ. ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ കാണാതെ പഠിക്കണം. സമ്മിൻ്റെ ഇക്വേഷൻ എ ബാർ ബി പ്ലസ് എ ബി ബാർ. അപ്പോൾ ഇതിൻ്റെ ലോജിക് ഗേറ്റ് നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോജിക് ഡയഗ്രാം വരയ്ക്കുമ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റ്സ് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കേ. എ ബാർ ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ടേമാണ്, അതുകൊണ്ട് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം. അതുപോലെ എ ബി ബാറും ഒരു പ്രൊഡക്റ്റ് ടേമാണ്, അതുകൊണ്ട് അത് റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ആൻഡ് ഗേറ്റ്. ഇനി പ്ലസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഗേറ്റ് അല്ലേ. അപ്പോൾ 3 ഗേറ്റ് ഇവിടെ വേണം. എന്തൊക്കെയാണ്? 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും. അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? എ ബാർ ബി പ്ലസ് എ ബി ബാർ ഏത് ഗേറ്റിൻ്റെ ഇക്വേഷനാണ്? എക്സോർ ഗേറ്റ്. അപ്പോൾ ഒരു സിംഗിൾ എക്സോർ ഗേറ്റ് കൊടുത്താൽ നമുക്ക് സം കിട്ടും. അല്ലെങ്കിൽ 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും കൊടുത്താൽ സം കിട്ടും. ക്ലിയർ ആയല്ലേ? അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഡയഗ്രാം ഒന്ന് വരച്ച് വെക്കണം. ഇനി അടുത്ത് നമ്മൾ ക്യാരി വരയ്ക്കുക. അപ്പോൾ ക്യാരിയുടെ ഔട്ട്പുട്ടിൽ 1 വന്നത് ഏത് സെല്ലിൽ മാത്രമാണ്? 3 എന്ന് പറയുന്ന സെല്ലിൽ മാത്രമാണ് 1 വന്നത്. അപ്പോൾ നമ്മൾ 3 എന്ന് പറയുന്ന സെല്ലിൽ 1 കൊടുത്ത് ഇത് ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്ന് ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇക്വേഷൻ എ ബി മീൻസ് അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ്. ക്ലിയർ ആയാലും ഒരു ആൻഡ് ഗേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഹാഫ് ആർഡറിൻ്റെ 2 ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയൊക്കെയാണ്? ഒരു എക്സോർ ഗേറ്റ് വെച്ചിട്ടുള്ള ഒരു ഡയഗ്രവും പിന്നെ നമ്മൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും വെച്ചിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ എക്സാമിന് നമുക്ക് ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി കേട്ടോ. അതായത് മാർക്ക് അനുസരിച്ച് വരയ്ക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. ഒന്നീ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും വെച്ചിട്ട് അല്ലെങ്കിൽ എക്സോർ ഗേറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ ഡയഗ്രാം എന്ന് പറയുന്നത്, അപ്പം ഈ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത 2 ഗേറ്റേ വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഒരു എക്സോർ ഗേറ്റും സം റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാരി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ നോക്കിയാൽ സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നത് എന്താണ്? എ എക്സോർ ബി. അതുകൊണ്ട് 2 ഇൻപുട്ട് എയും ബിയും ഒരു എക്സോർ ഗേറ്റിലോട്ട് കൊടുത്ത് നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് എ എക്സോർ ബി, എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇനി ക്യാരി എന്താണ്? എ ബി റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ആൻഡ് ഗേറ്റ്. അപ്പോൾ എ എന്നൊരു സിഗ്നൽ എടുത്ത് ബി എന്നൊരു സിഗ്നൽ എടുത്ത് ഒരു ആൻഡ് ഗേറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് ക്യാരി കിട്ടും. അപ്പോൾ ഇത് ഒരു ലോജിക് ഡയഗ്രാം. ഇനി അടുത്ത ഡയഗ്രാം കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുള്ള സിഗ്നൽ എന്തൊക്കെയാണ്? അപ്പോൾ 2 സിഗ്നൽ അങ്ങ് വരച്ചിടാം. എയും വേണം, നമുക്ക് എ ബാറും വേണം, ബിയും വേണം, ബി ബാർ വേണം. അപ്പോൾ ആദ്യം എ വരച്ച് അതിനകത്തുനിന്ന് ഒരു നോട്ട് ഗേറ്റ് കൊടുത്താൽ നമുക്ക് എ ബാർ അവൈലബിൾ ആവും. അതുപോലെ അടുത്ത ബി വരച്ച് അതിനകത്തുനിന്ന് ഒരു നോട്ട് ഗേറ്റ് കൊടുത്താൽ എന്ത് കിട്ടും? ബി ബാറും കിട്ടും. ഇനി നമ്മളെ ഇക്വേഷൻ എന്താണ്? സം ഈസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇപ്പോൾ എ ബാർ ബി റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ആൻഡ് ഗേറ്റ് വേണം, എ ബി ബാർ റെപ്രസെൻ്റ് ചെയ്യാൻ അടുത്തൊരു ആൻഡ് ഗേറ്റ് വേണം. സമ്മ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഈ 2 ഔട്ട്പുട്ട് 2 ആൻഡ് ഗേറ്റിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എടുത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുക്കണം. അപ്പോൾ അത് നോക്കി ആദ്യം എ ബാർ ബി എങ്ങനെ വരയ്ക്കും? ഒരു ആൻഡ് ഗേറ്റ് വേണം എ ബാർ ബി റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ എ ബാർ എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടുന്ന് ഒരു സിഗ്നൽ എടുത്ത്, അതായത് നോട്ട് ചെയ്തിരിക്കുന്ന ലൈനിൽ നിന്നൊരു സിഗ്നൽ എ ബാർ. ഇനി ബി എന്ന് പറയുമ്പോൾ ദാണ്ട് ഈ ബി എന്നൊരു സിഗ്നൽ എടുത്ത് ഈ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബാർ ബി. ഇനി അടുത്ത ആൻഡ് ഗേറ്റിൽ എന്താ കൊടുക്കുന്നത്? എ ബി ബാർ. ബി ബാർ ഇവിടുന്നാണ് ബി ബാർ. ആ 2 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇനി സം എന്താണ്? ക്യാരി എന്താണ്? എ ബി. എ എന്നൊരു സിഗ്നൽ എടുക്കുക, ബി എന്നൊരു സിഗ്നൽ എടുക്കുക, ഒരു ആൻഡ് ഗേറ്റിൽ കൊടുക്കുക, സം എ ബി. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഈ ഒരു
ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എത്ര ഗേറ്റ് വേണ്ടി വന്നത്, 2 നോട്ട് ഗേറ്റ്, 3 ആൻഡ് ഗേറ്റ്, 1 ഓർ ഗേറ്റ്. അപ്പോൾ ഏത് ഡയഗ്രാം വരച്ചാലും പ്രശ്നമില്ല. അപ്പം ഏറ്റവും ചെറിയ ഡയഗ്രാം, സിമ്പിളായിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഗേറ്റിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ രണ്ടും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലേ? അപ്പം ഹാഫ് ആർഡറിൻ്റെ ഡിസൈൻ ചോദിച്ചാൽ ആദ്യം ഈ ഹാഫ് ആർഡർ എന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതണം. എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആഡിങ് 2 ബിറ്റ്. ഇനി എത്ര ഇൻപുട്ട് വേണം? എയും ബി, 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട് ഉണ്ടെന്ന്, അതിന് ലെറ്റർ സിമ്പൽ എയും ബിയും സമ്മും ക്യാരിയും ആണെന്ന് പറയണം. അടുത്തത് ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. അടുത്തത് പിന്നെ എന്ത് വരച്ചാൽ മതി? 2 കെ മാപ്പ് വരച്ച് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദെൻ ലോജിക് ഡയഗ്രാം വരയ്ക്കണം. ഈ ഡയഗ്രാമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇതിനകത്ത് നമ്മൾ ഇത്രയും ചെയ്ത് വന്നത് എന്തിനാണ്? നമ്മൾ ലോജിക് സർക്യൂട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ സർക്യൂട്ടാണിത്. എന്താ? അപ്പോൾ ഹാഫ് ആർഡർ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. അതുപോലെ ഇത്. ക്ലിയർ ആയല്ലേ? ഇനി നമുക്ക് ഫുൾ ആഡർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫുൾ ആഡർ എന്ന് പറയുന്നത് 3 ബിറ്റിൻ്റെ അഡിഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ആഡർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് പെർഫോം അരിത്തമെറ്റിക് സം ഓഫ് 3 ഇൻപുട്ട് ബിറ്റ്. 3 ഇൻപുട്ട് ബിറ്റ്, ഇറ്റ് കണ്ടെയ്ൻ 3 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട്. അതല്ലേ? 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും. To overcome the drawback of half adder circuit, we develop a 3 single bit adder circuit called full adder. It can add 2 1-bit number A and B and carry C in. Basically, a full adder is a 3 input and 2 output combinational circuit. അപ്പോൾ ഈ ഹാഫ് ആഡർ എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 ബിറ്റിൻ്റെ, ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഒരു നമ്പർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ 1 നോക്കിയേ, ഇങ്ങനെ ഒരു അഡിഷൻ ചെയ്യുമ്പം 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. അപ്പോൾ ഈ 2 അഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ആഡർ മതി അല്ലേ? ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സിംഗിൾ ബിറ്റിൻ്റെ അഡിഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു അഡിഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഹാഫ് ആഡറിൽ 2 ബിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നോക്കി, നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ബിറ്റ് വേണം. ഇനി ഇവിടുന്ന് ഒരു ക്യാരിയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എത്ര ബിറ്റിൻ്റെ അഡിഷൻ ചെയ്യേണ്ടി വരും? 3 ബിറ്റിൻ്റെ അഡിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഫുൾ ആഡർ എന്ന് പറയുന്നത്. 2 ഇൻപുട്ടും ഒരു പ്രീവിയസ് ക്യാരിയും, മനസ്സിലായല്ലോ? 2 ഇൻപുട്ടും ഒരു പ്രീവിയസ് ക്യാരിയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഫുൾ ആഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹാഫ് ആഡർ ആണെങ്കിൽ 2 ഇൻപുട്ടിനെ മാത്രം ആഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഫുൾ ആഡർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രീവിയസ് ക്യാരി എവിടെന്നെങ്കിലും കൂടെ വന്നാൽ 2 ഇൻപുട്ടും ഒരു പ്രീവിയസ് ക്യാരിയും കൂടെ ഔട്ട്പുട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഫുൾ ആഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലേ? അപ്പം നമുക്ക് ഇത് മനസ്സിലായി. എന്താണ് ഹാഫ് ആഡർ എന്ന് പറയുന്നത്, ഫുൾ ആഡർ എന്ന് പറയുന്നത് 3 ബിറ്റിൻ്റെ അഡിഷന് വേണ്ടിയിട്ട് 3 ഇൻപുട്ട് ബിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2 ഇൻപുട്ട് ബിറ്റും പ്രീവിയസ് ക്യാരി. ഇറ്റ് ക്യാൻ ആഡ് 2 1-bit നമ്പർ എ ആൻഡ് ബി ക്യാരി സി ഇൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു സർക്യൂട്ട് ആദ്യം വരയ്ക്കണം. അതായത് ഡയഗ്രാം വരച്ചിട്ട് അതിനകത്ത് ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻപുട്ട് എന്തൊക്കെയാണ്? 2 ഇൻപുട്ട് പ്ലസ് പ്രീവിയസ് ക്യാരി. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ടോട്ടലി എത്രയാണ്? 3 ബിറ്റ്. അപ്പം ഫുൾ ആഡർ എന്ന് പറയുന്നത് 3 ബിറ്റിൻ്റെ അഡിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ്. 3 ബിറ്റിൻ്റെ അഡിഷൻ. ഹാഫ് ആഡർ 2 ബിറ്റ്. അതിനകത്ത് 3 ബിറ്റ് എങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കണം. 2 ഇൻപുട്ട് ബിറ്റും മൂന്നാമത്തതെന്ന് പറയുന്നത് പ്രീവിയസ് ക്യാരി ആണെന്നും കൂടെ ക്ലിയർ ആയി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഫുൾ ആഡർ എന്ന് പറയുന്നത് 3 ബിറ്റിൻ്റെ അഡിഷനാണ്. 3 ബിറ്റിൻ്റെ അഡിഷൻ മീൻസ് 2 ഇൻപുട്ടും മൂന്നാമത്തത് ഇതും ഇൻപുട്ട് തന്നെയാണ്. പക്ഷേ ആ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് പ്രീവിയസ് ബിറ്റിൻ്റെ ക്യാരി ആണെന്നും കൂടി ക്ലിയർ ആയിരിക്കണം. ഇനി 3 ബിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സമ്മും ക്യാരിയും. അപ്പം 3 ബിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമ്മും കിട്ടും, ഒരു ക്യാരിയും കിട്ടും. അപ്പം 3 സ്റ്റെപ്പ് മനസ്സിലായല്ലേ? ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്ത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൈലബിൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്ത്, മൂന്നാമത്തെ സ്റ്റെപ്പ് അതിന് ലെറ്റർ സിമ്പൽ അസൈൻ ചെയ്ത്, ലെറ്റർ സിമ്പൽ എ ബി സി എൻ. സി എൻ മീൻസ് ക്യാരി ഇൻ. ഇനി ഔട്ട്പുട്ട് സമ്മും ക്യാരി ഔട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സി ഒ.
ക്യാരി ഇൻപുട്ടും ഇത് ക്യാരി ഔട്ട്പുട്ടും. ക്ലിയർ ആയല്ലേ? ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് ട്രൂത്ത് ടേബിൾ വരച്ച് 3 ഇൻപുട്ട് വെച്ച് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? 2⁻³ മീൻസ് 8 കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ 8 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ 8 കോമ്പിനേഷൻ അറിയാമല്ലേ? ബൈനറിയുടെ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1. ഇനി ചെയ്യുമ്പോൾ ഉള്ള സമ്മം ക്യാരി നോക്കിയേ. 3 0 ആഡ് ചെയ്യുമ്പോൾ സമ്മം 0 ക്യാരി 1. ഇനി 2 0 + 0 + 1 0 + 0 0 0 + 1 1 വിത്ത് ക്യാരി 0 0 1 0 ആഡ് ചെയ്യുമ്പോഴേ എന്ത് തന്നെ 1 വിത്ത് ക്യാരി 0. ഇനി 1 + 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 വിത്ത് ക്യാരി 1. ഇനി 1 0 0 ആഡ് ചെയ്യുമ്പോൾ 1 0 തന്നെ. 1 1 ആഡ് ചെയ്യുമ്പോൾ 0 വിത്ത് ക്യാരി 1. ഇവിടെയും 1 1 ആഡ് ചെയ്യുമ്പോൾ 0 വിത്ത് ക്യാരി 1. ഇനി 3 1 ആഡ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് എത്ര നമുക്കറിയാമല്ലേ? 1 വിത്ത് ക്യാരി 1 സം 1 വിത്ത് ക്യാരി 1. ക്ലിയർ ആയല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ. ഏതിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ? സമ്മിൻ്റെയും എസിൻ്റെയും സിയോടെയും ബൂളിയൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ബൂളിയൻ ഫംഗ്ഷൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കെ മാപ്പ് യൂസ് ചെയ്ത്. ഇനി കെ മാപ്പിൽ എങ്ങനെ ബൂളിയൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം എന്നൊക്കെ അറിയാലോ. ട്രൂത്ത് ടേബിളിൽ ഏതൊക്കെ വാല്യൂസ് ആണോ 1 വരുന്നത് ആ കറസ്പോണ്ടിങ് സെല്ലിൽ കെ മാപ്പിൽ 1 കൊടുത്തിട്ട് ഗ്രൂപ്പിംഗ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് 3 വേരിയബിൾ കെ മാപ്പാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 ഇൻപുട്ട് ആയതുകൊണ്ട് 3 വേരിയബിൾ ABCN. ഇനി ബാക്കി ലെറ്റർ ഇതിനകത്ത് ഇവിടെയൊക്കെ നിങ്ങൾ സെല്ലിന് നമ്പറൊക്കെ കൊടുക്കുന്നത് എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടില്ല. സെല്ലിന് നമ്പർ കൊടുത്തിട്ട് ഏതൊക്കെ വാല്യൂസിലാണ് 1 വന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെ വാല്യൂസിലാണ് 1 വന്നതെന്ന് കണ്ടുപിടിച്ചേ. 0 1 2 3 4. ഇപ്പോൾ 1ലും 2ലും 4ലും 1 കൊടുക്കണം. അപ്പം 1ലും 2ലും 4ലും. ഇപ്പോൾ 0 1 2 2 3 4 0 1 2 3 4 5. അപ്പോൾ അവസാനത്തിലും 1 ഉണ്ടല്ലോ. അപ്പോൾ 0 1 0 അല്ല 1 2 4 7 1 2 4 7 സെല്ലുകളിൽ 1 കൊടുക്കുക. 1 2 4 7 സെല്ലുകളിൽ 1 കൊടുത്ത്. ഇനി ഇതിനകത്ത് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ പറ്റത്തില്ല. എങ്ങനെ പറ്റൂ? സിംഗിളായിട്ട് മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ സിംഗിളായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എഴുതുന്ന ഇക്വേഷൻ നോക്കിക്കോ. എ ബാർ ഇവിടെ ബി ബാർ സി ഇൻ പ്ലസ് എ ബാർ ബി സി ഇൻ ബാർ പ്ലസ് എ ബി സി ഇൻ പ്ലസ് എ ബി ബാർ സി ഇൻ ബാർ. അപ്പോൾ ഇത്രയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ സമ്മിൻ്റെ നമുക്ക് എഴുതാം. ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 4 ആൻഡ് ഗേറ്റും 1 ഓർ ഗേറ്റും കൊടുക്കാം അല്ലേ? 4 ആൻഡ് ഗേറ്റും 1 ഓർ ഗേറ്റും കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വല്ല ടേമും ഉണ്ടോ എന്ന് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിയേ, ഇതിനകത്തുനിന്ന് ഇവിടെ ഒരു CN ഉണ്ട്, ഇവിടെ ഒരു CN ഉണ്ട്. അപ്പോൾ CN കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എന്ത് കിട്ടും? എ ബാർ ബി ബാർ പ്ലസ് എ ബി പ്ലസ്. ഇനി ഇവിടെ രണ്ടിടത്ത് നോക്കിയേ, CN ബാർ കോമൺ ആയിട്ട് എടുത്ത്. CN ബാർ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇനി ഇത് എന്തിൻ്റെ ഇക്വേഷനാണ് നോക്കിയേ? എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്ന് പറയുന്നത് എക്സ്നോർ ഗേറ്റ്. നമ്മൾ ബേസിക് ഗേറ്റ്സ് പഠിച്ചപ്പം ഈ ഗേറ്റുകളെല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാ ഇക്വേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോമ്പിനേഷണൽ സർക്യൂട്ട് ഈസി ആവത്തുള്ളൂ. ഇപ്പോൾ CN ഇൻറ്റു എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്ന് പറയുന്നത് എക്സ്നോറിൻ്റെ ഇക്വേഷനാണ്. പ്ലസ് CN ബാർ ഇൻറ്റു ഇതെന്താണ്? എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നത് എക്സോറിൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് നോക്കിയേ, CN ഇൻറ്റു എ ബാർ ബി ബാർ പ്ലസ് എ ബി ബാർ പ്ലസ് CN ഇൻറ്റു എ ബാർ ബി പ്ലസ് എ ബി ബാർ. അപ്പോൾ ഇതിനകത്ത് എക്സ്നോർ എന്ന് പറയുന്നത് എന്താണ്? എക്സോറിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? അതായത് ഇതെന്ന് പറയുന്നത് എക്സോറിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ എ ബാർ ബി പ്ലസ് എ ബി ബാറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ഒരു വേരിയബിൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിൻ്റെ കോംപ്ലിമെൻ്റ് അല്ലേ? എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഏത് ഫംഗ്ഷൻ? എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? CN ഇൻറ്റു എക്സ് ബാർ പ്ലസ് CN ബാർ ഇൻറ്റു എക്സ്. CN ബാർ ഇൻറ്റു എക്സ്.
അതായത് എ ബാർ എക്സോർ എന്ന് പറയുന്നത് എ എക്സോർ ബി എന്ന് പറയുന്നത് എന്താണ് എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇനി അടുത്ത് എക്സ്നോർ എന്ന് പറയുന്നത് എ എക്സ്നോർ ബി എന്ന് പറയുന്നത് ഈ എന്തിന് ഇക്വലൻ്റ് ആണ്? എ എക്സോർ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, എ എക്സോർ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് എ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ എക്സോർ ബിക്ക് പകരം നമ്മൾ എക്സ് കൊടുത്ത്, എ എക്സോർ ബിക്ക് പകരം എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ എക്സ്നോറിന് പകരം എന്ത് കൊടുക്കുക? എക്സ് ബാർ കൊടുക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്ക്, ഈ എക്സ്നോറിന് പകരം നമ്മൾ എന്ത് വാല്യൂ കൊടുത്തിരിക്കുന്നതെന്ന്? എക്സ്. അങ്ങനെ എ എക്സോറിന് പകരം ഈ നേരത്തെ പറഞ്ഞ എ എക്സ്നോറിന് പകരം ഇവിടെ എന്ത് കൊടുത്ത്? എക്സ് ബാർ കൊടുത്ത്. ക്ലിയർ ആയല്ലോ? സീൻ ബാർ ഇൻറ്റു എക്സ്. അപ്പം നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കിയേ? എ സീൻ. ഇനി നോക്കിയേ, ഇനി ഇതൊന്ന് നോക്ക്. സീൻ ഫസ്റ്റ് ടേം, ഒരു ടേം നോർമൽ, അടുത്ത ടേം കോംപ്ലിമെൻറ്റ്, വീണ്ടും അടുത്ത ടേം കോംപ്ലിമെൻറ്റ് നോർമൽ. അതായത് എ ബി ബാർ പ്ലസ് എ ബാർ ബി. അത് എന്തിന് ഇക്വലൻ്റ് ആണ്? വീണ്ടും എക്സോറിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതായത്? സീൻ എക്സോർ എക്സ്. സീൻ എക്സോർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സോർ ബി അല്ലേ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാം? സീൻ എക്സോർ എ എക്സോർ ബി എന്ന് എഴുതാം. അപ്പം ഫുൾ ആഡറിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സോർ ബി എക്സോർ സീൻ ഓർ സീൻ എക്സോർ എ എക്സോർ ബി എന്ന് എഴുതാം. ക്ലിയർ ആയല്ലേ? അപ്പം 3 ഇൻപുട്ട് എടുത്ത് ഒരു എക്സോർ ഗേറ്റിൽ കൊടുത്താൽ നമുക്ക് ഫുൾ ആഡറിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ ആവും. ഇനി ക്യാരി കണ്ടുപിടിക്കണം. ക്യാരി കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും ട്രൂത്ത് ടേബിൾ കെ മാപ്പ് വരച്ചിട്ട് ട്രൂത്ത് ടേബിളിൽ ഏതൊക്കെ സെല്ലിലാണ് 1 വന്നതെന്ന് നോക്കണം. ഏതൊക്കെ സെല്ല്? 3ൽ 1 വന്ന്, 5ൽ 1 വന്ന്, 6ൽ 1 വന്ന്, 7ൽ 1 വന്ന്. ഇത്രയും സെല്ലിൽ അങ്ങോട്ട് 1 ഇട്ട് കൊടുത്തിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യണം. 3ൽ 6ൽ 7ലൊക്കെ ഗ്രൂപ്പിംഗ് ചെയ്തപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടിയത് എ ബി പ്ലസ് എ സീൻ പ്ലസ് ബി സീൻ. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആൻഡ് ഗേറ്റ് വേണം. ക്ലിയർ ആയാലും? ഇനി ലോജിക് ഡയഗ്രാം വരയ്ക്കണം. ലോജിക് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്ന സമ്മിൻ്റെ ഇക്വേഷൻ എ എക്സോർ ബി എക്സോർ സീൻ അല്ലെങ്കിൽ സീൻ എക്സോർ ബി എ എക്സോർ ബി എന്നും കൊടുക്കാം. അപ്പോൾ എയും ബിയും സി എന്നും കൂടെ ഒരു എക്സോർ ഗേറ്റിൽ കൊടുത്തപ്പോൾ സം കിട്ടി. ഇനി നമ്മളെ ഇക്വേഷൻ ക്യാരിഡ് ഇക്വേഷൻ എന്താ നോക്ക്. ക്യാരിഡ് ഇക്വേഷൻ ഇവിടെ നോക്കിയും കൊടുത്താൽ മതി. എന്താ? എ ബി പ്ലസ് എ സീൻ പ്ലസ് ബി സീൻ. അപ്പോൾ എന്നും ബിന്നും എടുത്ത് ഒരു ആൻഡ് ഗേറ്റിൽ കൊടുക്കുക. എയുടെയും ബിയുടെയും കണക്ഷൻ എടുത്ത് ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്ത്, അടുത്തത് എയും സിനും ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്ത്, ബിയും സി എന്നും കൂടെ അടുത്ത ആൻഡ് ഗേറ്റ്. എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെ എടുത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാരി കിട്ടും. ക്ലിയർ ആയല്ലേ? അപ്പം ഫുൾ ആഡറിൻ്റെ ഇക്വേഷൻ മനസ്സിലായി. ലോജിക് ഡയഗ്രാം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് ഫുൾ ആഡറിൻ്റെ ലോജിക് ഡയഗ്രാം. ക്ലിയർ ആയോ? ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് അടുത്തത്. ഒരു ഫുൾ ആഡർ 2 ഹാഫ് ആഡർ വെച്ച് എങ്ങനെ വരയ്ക്കാം? ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ അല്ലെങ്കിൽ ഫുൾ ആഡർ അതുപോലെ തന്നെ നമ്മൾ സബ്ട്രാക്ടർ പഠിക്കാനുണ്ട്. ഇതും അതുപോലെ തന്നെ ചോദിക്കും. നമുക്ക് ഹാഫ് സബ്ട്രാക്ടറും ഉണ്ട്, ഫുൾ സബ്ട്രാക്ടറും ഉണ്ട്. അപ്പോൾ ഫുൾ സബ്ട്രാക്ടർ യൂസിങ് 2 ഹാഫ് സബ്ട്രാക്ടർ നമുക്ക് സബ്ട്രാക്ടറിൻ്റെ സെക്ഷനിൽ പഠിക്കാം. അപ്പം ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ. അപ്പോൾ ഇതിനൊരു ഡിസൈൻ ഉണ്ട്. ഹാഫ് ആഡർ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആഡർ എന്ന് പറയുന്നത് 2 ബിറ്റിൻ്റെ സമ്മ്. അപ്പോൾ ഈ 2 ഹാഫ് ആഡർ വെച്ച് എങ്ങനെ ഒരു ഫുൾ ആഡർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ആ ഡിസൈൻ എന്ന് പറയുന്നത് ആദ്യം ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. ഒരു ഫുൾ ആഡർ, ഒരു ഹാഫ് ആഡർ വരച്ചാൽ അതിനകത്ത് നിന്ന് എന്തൊക്കെ കിട്ടും? സമ്മും കിട്ടും, ക്യാരിയും കിട്ടും അല്ലേ? എ എക്സോർ ബി ആണ് സമ്മ്, ഇവിടെ എ ബിയും കിട്ടും. ഇനി അടുത്ത ഫുൾ ആഡറിൽ നിന്ന് നമുക്ക് നോക്കിയേ, ഈ ഒരു എ എക്സോർ ബി ഇവിടെ ഒരു ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ അടുത്ത ഫുൾ ആഡറിൽ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എ എക്സോർ ബിയും അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം? നമുക്ക് ക്യാരി ഇൻ, അതായത് സിയിനും കൂടെ കൊടുത്താൽ കിട്ടുന്ന സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എക്സോർ ബി എക്സോർ സിയിനായിരിക്കും ഈ സം എന്ന് പറയുന്നത്. ഇനി ക്യാരി എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്തുനിന്ന് ഒരു ആൻഡ് എ ബി കിട്ടും. ഇവിടെ എന്തുവാ കിട്ടുന്നത്? എ എക്സോർ ബി ആ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? എ എക്സോർ ബിയും സിയിനുമാണ് കിട്ടുന്നത്.
അത് ഒരു ആൻഡ് ഗേറ്റ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ഔട്ട്പുട്ടും കൂടെ എടുത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുത്താൽ ക്യാരി ആവും. ഇനി നമുക്കത് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് നിങ്ങൾ വരയ്ക്കാനുള്ളത് ബ്ലോക്ക് ഡയഗ്രാം വരച്ചു വെക്കണം. രണ്ട് ഹാഫ് ആർഡർ വരയ്ക്കുക. ഈ രണ്ടിനകത്തു നിന്ന് കിട്ടുന്ന ക്യാരി എടുത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുക്കുമ്പോൾ സി ഔട്ട് ആവും. ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ തന്നെ എഴുതിയതാണ് അതിൻ്റെ ഡിസൈൻ. നമ്മൾ നേരത്തെ സമ്മിൻ്റെ ഇക്വേഷൻ എക്സോർ ഗേറ്റിലോട്ട് കൊണ്ടുപോയല്ലോ, ആ ഇക്വേഷനാണ് ഈ സമ്മിൻ്റെ ഇക്വേഷൻ. ഇനി ക്യാരിയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ക്യാരിയുടെ ഇക്വേഷൻ നമുക്ക് ഈ എക്സോർ ഗേറ്റ്, അതായത് ഈ ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടത്തക്ക രീതിയിൽ ക്യാരിയുടെ ഇക്വേഷൻ മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഹാഫ് ആർഡറിൽ നിന്നും കൂടെ കിട്ടുന്ന ക്യാരി എടുത്ത് ഈ ഫുൾ ആർഡറിനകത്ത് നിന്ന് കിട്ടുന്ന ക്യാരിക്ക് ഇക്വലൻ്റ് ആക്കുക. മനസ്സിലായല്ലേ? അതായത് നമുക്കിവിടെ എക്സോർ ഗേറ്റും കൂടെ ചേർന്ന ഒരു ക്യാരിയുടെ ഇക്വേഷൻ ആക്കണം, ഫുൾ ആർഡറിൻ്റെ ഇക്വേഷൻ. അതായത് ഇവിടെ നമ്മൾ ഫുൾ ആർഡറിൻ്റെ ക്യാരിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അത് നമുക്ക് രണ്ട് ഹാഫ് ആർഡറിൽ നിന്നും കൂടെ എടുത്തക്ക രീതിയിലോട്ട് മാറ്റുക. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത്, നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യാതെ ക്യാരിയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് ഈ സിംഗിൾ സെല്ലിൽ ഓരോ സെല്ലിലും 1 ഇട്ട് കൊടുത്ത് ഗ്രൂപ്പിംഗ് ചെയ്യാതുള്ള ആ സെല്ലിൻ്റെ ഇക്വേഷൻ മാത്രം ആദ്യം എഴുതി വെക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഗ്രൂപ്പിംഗ് ചെയ്യാതെ സെല്ലിനകത്ത് 1 കൊടുത്ത് ആ ഓരോ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കണം. അപ്പോൾ ആ എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ് എന്താ നോക്കുക, എ ബാർ ബി സി എൻ പ്ലസ് എ ബി ബാർ സി എൻ പ്ലസ് എ ബി സി എൻ പ്ലസ് എ ബി സി എൻ ബാർ. ഇത് നിങ്ങൾ അങ്ങനെ എഴുതി നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ഇനി ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി എ ബാർ ബി സി എൻ പ്ലസ് എ ബി ബാർ സി എൻ പ്ലസ് എ ബി സി എൻ ബാർ പ്ലസ് എ ബി സി എൻ. ഇനി ഇതിനകത്ത് സി എൻ ഒന്ന് കോമൺ ആയിട്ട് എടുത്ത്, സി എൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് എടുക്കാനുള്ളത് ഈ രണ്ട് ടേമിൽ എ ബി കോമൺ ആയിട്ട് എടുത്ത്, എ ബി കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഇവിടെ എന്ത് കിട്ടി? സി എൻ ബാർ പ്ലസ് സി എൻ എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇനി സി എൻ ഇൻറ്റു ഇതെന്താണ്? എ എക്സോർ ബി ആണല്ലേ. അപ്പോൾ സി എൻ ഇൻറ്റു എ എക്സോർ ബി പ്ലസ് ഇവിടെ സി എൻ ബാർ പ്ലസ് സി എൻ എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ടേം കിട്ടി? എ ബി. അപ്പം സി ഔട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളെ ക്യാരി ഔട്ടിൻ്റെ ഇക്വേഷൻ സി എൻ എ എക്സോർ ബി പ്ലസ് എ ബി ആക്കി മാറ്റി. ഇത് നമ്മൾ പ്രത്യേകം മാറ്റിയത് നമ്മൾ ഈ രണ്ട് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അതായത് ഫസ്റ്റ് ഹാഫ് ആർഡർ മീൻസ് രണ്ട് ഇൻപുട്ട് എയും ബിയും കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? എ എക്സോർ ബി. അതിനെ എടുത്ത് രണ്ടാമത്തെ ഹാഫ് ആർഡർ മീൻസ് രണ്ടാമത്തെ എക്സോർ ഗേറ്റിൽ കൊടുക്കുമ്പോൾ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എ എക്സോർ ബിയും അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് സി എന്നും കൊടുത്താൽ നമുക്ക് ഫൈനൽ സമ്മിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? എ എക്സോർ ബി എക്സോർ സി എൻ എന്ന് കിട്ടും. മനസ്സിലായല്ലേ? അപ്പോൾ സം കിട്ടിക്കഴിഞ്ഞു. അതേപോലെ നമുക്ക് ക്യാരിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇപ്പോൾ ക്യാരിയുടെ ഇക്വേഷൻ നോക്കിയേ. ക്യാരിയുടെ ഇക്വേഷൻ ഇപ്പം കണ്ടുപിടിച്ച് എന്താണെന്ന് നോക്ക്. സി എൻ എ എക്സോർ ബി പ്ലസ് എ ബി. അപ്പോൾ ഈ എ അല്ലെങ്കിൽ ഇതിനെ തിരിച്ചെഴുതാം. ഇങ്ങനെ എഴുതാം, എ ബി പ്ലസ് സി എൻ ഇൻറ്റു എ എക്സോർ ബി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന ക്യാരി എന്ന് പറയുന്നത് എന്താണ്? എ ബി. ആ ടേം കിട്ടിക്കഴിഞ്ഞ് നോക്ക്, ആ ടേം കിട്ടിക്കഴിഞ്ഞ്, എ ബി കിട്ടിക്കഴിഞ്ഞ്. ഇനി രണ്ടാമത്തെ ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന ക്യാരി എന്താണ്? രണ്ടാമത്തെ അതായത് ഫസ്റ്റ് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്നത് ഫസ്റ്റ് ഇൻപുട്ടും രണ്ടാമത്തെ ഇൻപുട്ടും കൂടെ ആൻഡ് ഗേറ്റ് ചെയ്തതാണ് ഫസ്റ്റ് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന ക്യാരി. അതുപോലെ സെക്കൻഡ് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന ക്യാരി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻപുട്ടും സെക്കൻഡ് ഇൻപുട്ടും കൂടെ ആൻഡ് ഗേറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എന്താണ്? എ എക്സോർ ബി ഇൻറ്റു സി എൻ. മനസ്സിലായോ? ഫസ്റ്റ് ഇൻപുട്ടും സെക്കൻഡ് ഇൻപുട്ടും കൂടെ ആൻഡ് ഗേറ്റ് കൊടുക്കുന്നതാണ് ക്യാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇൻപുട്ടും സെക്കൻഡ് ഇൻപുട്ടും എന്താണ്? എ ബി. രണ്ടാമത്തെ ഹാഫ് ആർഡറിലെ ഫസ്റ്റ് ഇൻപുട്ട് എന്താണ്? എ എക്സോർ ബി. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് സി എൻ. ക്ലിയർ ആയല്ലോ? എ എക്സോർ ബി ഇൻറ്റു സി എൻ ആണ് അപ്പം നോക്ക്, നമ്മൾ ഇക്വേഷൻ ഈക്വലൻ്റ് ആവുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഇൻപുട്ട് ഫസ്റ്റ് ഹാഫ് ആർഡറിൻ്റെ ക്യാരി, സെക്കൻഡ് ഹാഫ് ആർഡറിൻ്റെ ക്യാരി. ക്ലിയർ ആയല്ലോ? സി എൻ ഇൻറ്റു എ എക്സോർ ബി. ഇത് രണ്ടും കൂടെ ഓർ ഗേറ്റിൽ കൊടുത്താൽ നമുക്ക് എന്തായി? ഈ രണ്ട് ഔട്ട്പുട്ടും കൂടെ എ ബിയും എ എക്സോർ ബി ഇൻറ്റു സി എനും കൂടെ ഒരു ഓർ ഗേറ്റിൽ കൊടുത്താൽ നമുക്ക് എന്തായത്? നമ്മുടെ
ഫുൾ ആഡറിൻ്റെ ക്യാരിയായി മാറി. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിനകത്ത് ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്, ഡിസൈൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ സം ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ മതി, സി ഇൻ എക്സ് ഓർ എ എക്സ് ഓർ ബി എന്ന് മാത്രം എഴുതിയാൽ മതി. ഇത് ഞാൻ കാണിച്ചതാണ് ഇതിങ്ങനെ എഴുതിയാൽ കിട്ടുന്നതെന്ന്. അതുപോലെ സമ്മ് നമ്മൾ സമ്മ് ഗ്രൂപ്പിംഗ് ചെയ്യാതെ, അതായത് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല, ഗ്രൂപ്പിംഗ് ചെയ്യാതെ കോമൺ എടുത്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അതുപോലെ ക്യാരി ഗ്രൂപ്പിംഗ് ചെയ്യാതെ ആ സെല്ലിൻ്റെ ഇക്വേഷൻ അതുപോലെ എഴുതി കോമൺ എടുത്തപ്പോഴാണ് ക്യാരി ഇങ്ങനെ കിട്ടിയത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ എങ്ങനെ ആവത്തുള്ളൂ, 2 ഹാഫ് ആഡർ യൂസ് ചെയ്ത് ഫുൾ ആഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഡിസൈൻ പഠിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ഫോർ ഈസ് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡയഗ്രാം വരച്ച് വെക്കാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഹാഫ് ആഡറിൻ്റെ സമ്മും ക്യാരിയും, അല്ലെങ്കിൽ ഹാഫ് ആഡർ യൂസിങ് നാൻഡ് ഗേറ്റ്, അത് നിങ്ങൾ വരയ്ക്കണം. ഹാഫ് ആഡർ യൂസിങ് നാൻഡ് ഗേറ്റ് വരച്ച് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.